സ്ഥാനമൊഴിയുന്ന KPCC അധ്യക്ഷൻ കെ സുധാകരൻ തന്റെയും പാർട്ടിയുടെയും കരുത്താണെന്ന് നിയുക്ത KPCC അധ്യക്ഷൻ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചു. കണ്ണൂർ DCC ഓഫീസിൽ കെ സുധാകരന്റെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് എന്ന ഭാരിച്ച ചുമതല എന്നെ വിശ്വസിച്ചേൽപ്പിച്ച അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വത്തിനും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും ഞാൻ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. ശ്രീ AK ആന്റണി മുതൽ കെ സുധാകരൻ വരെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരാണ് കേരളത്തിലെ കോൺഗ്രസിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അവരുടെ തണലിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. സുധാകരന് പകരക്കാരനാകാൻ ഞാൻ മതിയാവില്ല എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. എന്നാൽ എല്ലാവരുടെയും പിന്തുണയിൽ സുധാകരൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരുടെയും അനുഗ്രഹത്തിൽ എനിക്ക് കോൺഗ്രസിൻ്റെ സമകാലീന ദൗത്യം ഏറ്റെടുത്ത് വിജയകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഞങ്ങൾക്കെല്ലാം നൽകിയിട്ടുള്ള കരുത്തും സ്നേഹവും പിന്തുണയും ഉപദേശ നിർദ്ദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ എന്നെ വിളിച്ച് അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും പിന്തുണ അറിയിക്കുകയും എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്തതാണ് എൻ്റെ കരുത്ത് എന്ന് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ബഹുമാനായ KC വേണുഗോപാൽ നമ്മുടെ ജില്ലയിൽ നിന്ന് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ തലത്തിൽ നേതൃത്വം നൽകുമ്പോൾ അദ്ദേഹം എന്നെ AICCയുടെ തീരുമാനം വിളിച്ചറിയിച്ചപ്പോൾ അതും എനിക്ക് വലിയ കരുത്ത് തന്നെയാണ്. പ്രിയപ്പെട്ട ശ്രീ AK ആന്റണി എന്നോട് പറഞ്ഞത്, ഇപ്പോൾ ഫോണിൽ സംസാരിച്ചത്, ഉളിക്കല് ഗ്രാമത്തിൽ നിന്നൊരു KPCC പ്രസിഡന്റ് സണ്ണി, ഉളിക്കല് ഗ്രാമത്തിൽ നിന്നൊരു KPCC പ്രസിഡന്റ് ശ്രീ AK ആന്റണി 3 പ്രാവശ്യം സന്തോഷത്തോടെ ഫോണിൽ സംസാരിച്ചാൻ ഓർമ്മിക്കുകയാണ്. കേരളത്തിലെ കോൺഗ്രസിന്റെ സമ്പന്നമായൊരു നേതൃനിര, പ്രതിപക്ഷ നേതാവ് മുൻ പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല, മുതിർന്ന നേതാക്കന്മാർ ശ്രീ കെ സുധാകരൻ, KC ജോസഫ്, നമ്മുടെ ജില്ലയുടെ പ്രതിനിധിയായിട്ട് മന്ത്രിയായ MLA ആയിരുന്ന KC ജോസഫ് എന്നെ വിളിച്ചു. നിരവധി നേതാക്കന്മാർ, ദീപാദാസ് മുൻഷി AC സെക്രട്ടറി വിളിച്ചു. നിരവധി പേർ. ഞാൻ ഈ 1 മണിക്കൂർ ഇരട്ടിയിലെ വീട്ടിൽ നിന്ന് ബഹുമാനായ കെ സുധാകരനെ കാണുന്നതിനും അനുഗ്രഹം നേടുന്നതിനും വേണ്ടി ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ലഭിച്ച ഫോൺ കോളുകൾ തന്നെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ വലിയ പിന്തുണയാണ് എനിക്ക് ലഭിച്ചതെന്ന് മനസ്സിലാക്കുന്നു. നേതാക്കന്മാരും സഹപ്രവർത്തകരും എല്ലാവരും നിരവധി പേർ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിളിച്ചു. അവരെല്ലാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോട് പ്രകടിപ്പിക്കുന്ന താല്പര്യമാണ് എന്ന് പൂർണ്ണമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. KPCC പ്രസിഡന്റ് എന്ന ഭാരിച്ച ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ച ദേശീയ നേതൃത്വത്തിന് നന്ദിയുണ്ട്. പാർട്ടിയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുൻപോട്ട് പോകും. കോൺഗ്രസിനെ മാത്രമല്ല UDFനെയും ശക്തിപ്പെടുത്തുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. താൻ ഉൾപ്പെടെയുള്ള പുതിയ ടീമിനെയാണ് AICC പ്രഖ്യാപിച്ചത്. AK ആന്റണി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ വിളിച്ച് അഭിനന്ദനം അറിയിച്ചു. പാർട്ടി തന്നിൽ ഏൽപ്പിച്ച വിശ്വാസം കാത്തുസൂക്ഷിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു. കെ സുധാകരൻ ഉൾപ്പെടെയുള്ള പ്രമുഖ നേതാക്കളും ഒന്നിച്ച് പ്രവർത്തിച്ച അനുഭവം തനിക്കുണ്ട്. ഒട്ടേറെ നേതാക്കളുമായുള്ള അടുത്ത ബന്ധമുണ്ട്. ഇത് കരുത്തായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സണ്ണി ജോസഫ് കൂട്ടിച്ചേർത്തു. KPCC അധ്യക്ഷ പദവിയിൽ നിന്ന് തന്നെ മാറ്റിക്കൊണ്ടുള്ള AICC തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരനും വ്യക്തമാക്കി. പുതിയ പ്രസിഡന്റിനെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. രാഹുൽ ഗാന്ധിയും ബാർഗയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പുതിയ KPCC പ്രസിഡന്റ് വരണമെന്ന കാര്യം തന്നെ അറിയിച്ചിരുന്നു. തന്നെ മാറ്റുമെന്ന കാര്യം അറിയില്ലെന്ന് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ മാധ്യമ സൃഷ്ടികളാണ്. മറ്റു പല പേരുകളും KPCC അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്നുവെങ്കിലും സണ്ണി ജോസഫിന്റെ പേര് ഉയർന്നപ്പോൾ താൻ അംഗീകരിക്കുകയായിരുന്നുവെന്നും സുധാകരൻ കൂട്ടിച്ചേർത്തു. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി പുതിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെ നിശ്ചയിച്ച് ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. ഞങ്ങളെല്ലാം സന്തോഷത്തോടുകൂടി പുതിയ പ്രസിഡന്റിനെ സ്വീകരിക്കുന്ന ഒരു മുഹൂർത്തമാണ് ഈ മുഹൂർത്തം. സണ്ണി ജോസഫ്, ഞാൻ DCCയുടെ പ്രസിഡന്റായിരുന്നപ്പോൾ ജനറൽ സെക്രട്ടറി ആയിരുന്നു, മന്ത്രിയായിരുന്നപ്പോൾ DCCയുടെ പ്രസിഡന്റായിരുന്നു. ഇപ്പം അദ്ദേഹം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി അദ്ദേഹത്തെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി നിശ്ചയിച്ചത് കണ്ണൂരിന് ഒരു പ്രത്യേകത, കണ്ണൂരിലെ കോൺഗ്രസ് നേതാക്കന്മാർക്കൊരു പ്രത്യേകതയുടെ ഭാഗമായി തന്നെയാണ് എന്ന് ഞാൻ കരുതുകയാണ്. അദ്ദേഹത്തെ അനുമോദിക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം എന്നും വളരെ കർക്കശ ബുദ്ധിയുള്ള ഒരാളാണ്. അദ്ദേഹം പ്രവർത്തന രംഗത്ത് എല്ലാ പ്രവർത്തകന്മാരെയും ഒറ്റക്കെട്ടായി തോളോട് ചേർത്ത് കൊണ്ടുപോകാൻ സാധിക്കുന്ന കഴിവും പ്രാപ്തിയുമുള്ള പാരമ്പര്യമുള്ള ഒരു നേതാവാണ് സണ്ണി ജോസഫ്. ഭരണരംഗത്ത് പരിചയസമ്പന്നതയുണ്ട്, രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് കഴിവുണ്ട്, എല്ലാ കഴിവും അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അഖിലേന്ത്യാ തലത്തിൽ KPCCയുടെ പ്രസിഡന്റ് എന്ന നിലക്ക് കേരളത്തിലെ കോൺഗ്രസിന് അതുല്യമായ സംഭാവന ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ സേവനത്തിന് സാധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷയ്ക്ക് എല്ലാ പിന്തുണയും നൽകാൻ ഞാനും നിങ്ങളും ഒറ്റക്കെട്ടായി അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പിറകിൽ ഉണ്ടാവണമെന്ന് ഞാൻ സ്നേഹപുരസരം അപേക്ഷിക്കുന്നു. അതെ, ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. ഓസ്ട്രേലിയയോ? വാവ് മാം, ഏതാ മൈഗ്രേഷൻ ഏജൻസി? എക്സ്ക്യൂസ് മീ, അവർ ലൈസൻസ് മൈഗ്രേഷൻ കൺസൾട്ടൻസ് ആണോ? ബ്രോ, ഏജൻസിക്ക് ഓസ്ട്രേലിയയിൽ എക്സ്പീരിയൻസ് ഉണ്ടോ? പിന്നെ അവർക്ക് ഓസ്ട്രേലിയയിൽ ഓഫീസ് ഉണ്ടോ?
എല്ലാ ചോദ്യങ്ങൾക്കും ഒരു ഉത്തരം. ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ്. Australian Migration Law Specialist. Mara registered agent with office in Australia. 20 years of experience in Australia. എല്ലാം മറക്കൂ, ഓസ്ട്രേലിയയിലേക്ക് പറക്കൂ. ഫീനിക്സ് മൈഗ്രേഷൻ സർവീസസ്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ HNN. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.